ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സൂപ്പറല്ലേ? സുഖമല്ലേ? ഒന്നുമില്ലാത്തവനെ നിലത്തുനിന്ന് 1 രൂപ കിട്ടുമ്പോഴുള്ള സന്തോഷമല്ലേ? ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ ഒരു സന്തോഷത്തിലാട്ടോ. അതായത് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന എൻ്റെ ചാനലിൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ഏതോ ഒരു പുണ്യാത്മാവ് സബ്സ്ക്രൈബ് ചെയ്ത 0 മാറ്റി 1 തന്നിട്ടുണ്ട്. ആ 1 കണ്ടുകൊണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം ശരിക്കും വളരെ നിരാശയായിരുന്നു കേട്ടോ. 0 സബ്സ്ക്രൈബേഴ്സ് ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആ 1 സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം. പിന്നെ എന്നെ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ, ആ 1-ന്റെ ഇപ്പുറം ഒരു 0 കൂടെ എത്തിച്ചു തരാൻ നിങ്ങൾ വിചാരിച്ച സാധിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂർ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ടൂർ പോകുന്നതിൻ്റെ തലേദിവസങ്ങൾ അറിയാലോ, നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. ഫുള്ള് മൈൻഡിൽ പ്ലാനൊക്കെ ചെയ്ത് സെറ്റായി അങ്ങനെ ഇന്ന് ഞാൻ തലേദിവസം ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ രാവിലെ തന്നെ അപ്പനെ കൊണ്ട് സ്കൂളിൽ പോയി, സ്കൂളിൽ രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ ബസ്സും ഫുള്ള് ചുറ്റും കറങ്ങി നോക്കി, ബസ്സിൻ്റെ അകത്ത് ലേസറുണ്ടോ സ്പീക്കറുണ്ടോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം സെറ്റായി എല്ലാവരും കൂടെ ടൂർ സ്കൂളിൽ നിന്ന് ബസ് എടുത്തു വീഗാലാൻഡിലേക്കാണ് ഒന്ന് ടൂർ പോകുന്നത്, എറണാകുളത്ത്. അപ്പൊ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത അടിച്ചുപൊളി. അങ്ങനെ പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നേരെ ടൂർ ഇങ്ങനെ പോവാ. വയനാട്ടിലെ നല്ല ചുരമൊക്കെ ഇറങ്ങി രാവിലെയൊക്കെ ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ യാത്ര. നേരെ എറണാകുളം നമ്മുടെ വീഗാലാൻഡിൽ ചെന്നു. വീഗാലാൻഡ് ആണ് അന്ന് പേര്. അപ്പം വീഗാലാൻഡിൽ ചെന്നു. വീഗാലാൻഡിൽ മാരകമായ റൈഡുകൾ വേറെ ഏത് ലോകത്തെ എന്ന പോലെ ഇട്ടു. അതുപോലെ വെള്ളത്തിലൊക്കെ ചാടി കുറെ റൈഡിലൊക്കെ കയറി. എനിക്കൊരു ഹൈറ്റ് ഒക്കെ പേടിയുള്ളതുകൊണ്ട് ഹെവി സാധനമൊന്നും ഞാൻ കയറിയില്ല. എന്നാലും പരമാവധി എൻജോയ് ചെയ്ത് തളർന്ന് അങ്ങനെ തിരിച്ച് വീഗാലാൻഡിൽ തിരിച്ചു വന്ന് ഭയങ്കര വിഷമാട്ടോ. അയ്യോ, 2 ദിവസം അവിടെ താമസിച്ച് നമ്മൾ എൻജോയ് ചെയ്യാൻ കൊതിയില്ല. അതുപോലെയായിരുന്നു അന്നത്തെ ഒരു മൂഡ്. അങ്ങനെ ബസ് നേരെ പോരുകയാണ്. അപ്പൊ നേരെ തിരിച്ചു പോരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. കാരണം എല്ലാവരും വെള്ളത്തിൽ വീണ് തളർന്നിരിക്കുക. അപ്പൊ ഈ വീഗാലാൻഡിന്റെ തളർച്ച മുഴുവനും ഓർഡർ ചെയ്ത ബിരിയാണി പിടിക്കാന്ന് വിചാരിച്ചു. അപ്പം ഓർഡർ ചെയ്ത ബിരിയാണി മാത്രമേ കേട്ടുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ വെജ് ബിരിയാണി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വെജെങ്കിൽ വെജ്, പിന്നെ കൂടെ 2 ചമ്മന്തി ഉണ്ടായിരുന്നു. ചുമന്നതും പച്ചയായിട്ടുള്ള കളർ ചമ്മന്തിക്ക് വെച്ച് പരമാവധി ഫുഡൊക്കെ അടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ബസ്സൊക്കെ കയറി ഇനി ഡാൻസൊന്നും കളിക്കാൻ വയ്യ. ഇനി എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെരിഞ്ഞ് കിടന്നാൽ മതിയല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബസ് എടുത്തു. ഞാനൊക്കെ കിടന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യമേ ഒരുത്തം പോയിട്ട് സാറിനോട് ഭയങ്കര വയറുവേദന സാറേ എന്ന് പറഞ്ഞിട്ട് വയറുവേദന റിപ്പോർട്ട് ചെയ്തു. ഇത് കുറച്ച് കഴിയുമ്പോൾ സാറ് തന്നെ വിചാരിച്ചത് എനിക്കും വയറുവേദന ഉണ്ടല്ലോ, ഇവനും വയറുവേദനയോ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഓരോരുത്തർക്കായിട്ട് ഈ വയറുവേദന മാറാൻ തുടങ്ങി. ആൺ പെൺ ഡ്രൈവർ കിളി സാറ് ടീച്ചർ പ്രായഭേദമന്യേ വയറുവേദന പടർന്നു പിടിക്കാൻ തുടങ്ങി. ഇത് എമർജൻസി എക്സിറ്റ് എന്നുള്ള ലെവലിൽ എത്തി തുടങ്ങി. ഓരോരുത്തരൊക്കെ എമർജൻസി എക്സിറ്റ് ആയി. ഇനി എത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാര്യം പോകും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രൈവർക്ക് വരെ വയറ്റിൽ ഗുളുഗുള സൗണ്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഡ്രൈവർ നോക്കുമ്പോൾ ആവശ്യക്കാരന്റെ ഔചിത്യം. ഡ്രൈവർ വണ്ടി നേരെ പറത്തി കിട്ടിയ ഒരു തേയിലത്തോട്ടത്തിന്റെ സൈഡിൽ അങ്ങ് ചവിട്ടി. പുള്ളി നോക്കുമ്പോൾ വേണ്ടവനെ ആരാന്ന് വെച്ചാൽ നോക്കിയും കണ്ട് വേണ്ടെങ്കിൽ കാര്യം സാധിക്കാൻ പോകുമെന്നുള്ള മൈൻഡിൽ പുള്ളി വണ്ടി ഒതുക്കത്തി സൈഡിൽ ചവിട്ടിയിട്ട് പുള്ളി കണ്ട മതി ആരും തന്നെ തേയിലത്തോട്ടത്തിൽ വിട്ട്. ഒരു അനൗൺസ്മെന്റ് മാത്രമേ കേട്ടുള്ളൂ. തൽക്കാലത്തേക്ക് ബാത്റൂമിലോ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പോകണമെങ്കിൽ ഇവിടെ ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തോന്ന്. കയ്യിലുള്ള കുപ്പിവെള്ളം കരുതി നമ്മളൊക്കെ ബസ് ഡ്രൈവർക്കും ക്ലിക്കും കാര്യം മനസ്സിലായി. ഇനി അധിക ദൂരം ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബസ്സിന്റെ ഉൾവശം കഴുകേണ്ടി വരിക, അല്ലാതെ പോക്ക് നടക്കില്ല. നമ്മൾ ചാടി ഇറങ്ങി കുറെ പെണ്ണുങ്ങൾ റോഡിന്റെ താഴെ സൈഡിലേക്കും ആണുങ്ങളും സാറന്മാരും നേരെ റോഡിന്റെ മേലെ സൈഡിലേക്കും ചിതറി ഓടിച്ചെന്ന് കിട്ടിയ തേയിലത്തോടത്തിന് തേയിലക്കുറ്റിയൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുക. അപ്പത്തേക്കും കുറെയൊക്കെ നാണം മറന്നുട്ടോ. കാരണം ആവശ്യം നടക്കണല്ലോ. അവിടെ ചെന്ന് ചിലവര് വെള്ളം എടുക്കാതെ ഓടി, ചിലവര് വേണ്ട പ്രിക്കോഷൻ ഒന്നും എടുത്തിട്ടില്ല. മറ്റവന്റെ കാര്യം നോക്കാൻ സമയമില്ല. ഒന്നാമത്തെ കാര്യം നേരെ ഒന്ന് ഞാൻ ഭാഷയില്ല എൻ്റെ ഒരു ലെക്ക് നോക്കണേ. ഞാൻ നേരെ ചെല്ലുമ്പോൾ എനിക്ക് കൃത്യമായി ഞാൻ ലോജിക്കലി ചെല്ലിട്ട് എനിക്ക് സ്ഥലം കിട്ടി. എന്താ, കാട്ടാനകളുടെ ശല്യമുള്ള ഏരിയ ആയിരുന്നുകൊണ്ട് ഈ ആന നടക്കുമ്പോൾ കാൽപാദമുണ്ട്. ഈ കാൽപാദത്തിൽ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം തങ്ങി കിടക്കും. ഞാൻ അതിന്റെ സൈഡൊക്കെ ആയിട്ട് കാര്യം ആ വെള്ളം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആരൊക്കെ കഴിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ ഓരോ ചവിട്ടി ചെന്നിരിക്കുമ്പോൾ ഇവിടെ അപ്പുറം പോകണം വേണ്ട. സാറൊക്കെ എണീറ്റുണ്ട്, ഇതെന്റെ ടെറിട്ടറി, അത് അങ്ങോട്ട് ഇവിടെ വന്നു. സാറന്മാർ വരെ മുണ്ട് പൊക്കി ഓട്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയാ തിരിച്ച് ബസ്സിലേക്ക് വരുമ്പോൾ ഉള്ളത്, ഞാനൊക്കെ 10 പഠിക്കുമ്പോഴല്ലോ ഈ പെൺകുട്ടികൾ ഭയങ്കര ഡിമാൻഡാ. ഇപ്പം ഒരു ആൺകുട്ടി കയറി ഇരുന്നൊക്കെ കഴിഞ്ഞ സ്ഥലമൊക്കെ ഈ പെണ്ണുങ്ങൾ ടവ്വലൊക്കെ വെച്ച് ഇങ്ങനെ തുടച്ചിട്ടൊക്കെ ഇരിക്കുള്ളായിരുന്നേ. അന്നത്തെ ഒരു മൈൻഡ്.
ഒന്ന് തൊട്ട് കഴിഞ്ഞ ഐറ്റം അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ പെൺകുട്ടികളിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല, എന്നാലും എൻ്റെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ എല്ലാത്തിനും കാണുമ്പോ എല്ലാത്തിനും മുഖത്തൊരു ലഭ്യ എന്താ വീട്ടിൽ പോയി സാധിക്കേണ്ട കാര്യം തേയിലത്തോട്ടത്തിൽ പോയി സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉൾപ്പുണ്ടാവൂലേ. പിന്നെ നമുക്ക് ഒരു ഉൾപ്പില്ല, നമ്മൾ പണ്ടേ കാടും മലയൊക്കെ ഒരുപാട് കണ്ടതായോണ്ട്. അപ്പൊ അങ്ങനെ നേരെ വന്നു. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചുമന്ന ചമ്മന്തി മാത്രം കഴിച്ചവന്മാർക്ക് ഒരു എരിച്ചിലും പുകച്ചിലും മാത്രമേ ഉള്ളൂ. പച്ചച്ചമ്മന്തി കഴിച്ചവന്മാർക്ക് ട്രിപ്പ് വരെ ഇടേണ്ടി വന്നു. മൂന്നെണ്ണത്തിനെയാണ് പോവഴിക്ക് നേരെ ഹോസ്പിറ്റലിൽ കയറ്റി ട്രിപ്പ് ഇട്ട്. പിന്നെ സംഭവം എല്ലാത്തിനും ഫുഡ് പോയ്സൺ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സമാധാനമായി. ഹോസ്പിറ്റലിൽ പിന്നെ അവർ ഹോസ്പിറ്റലുകാർ കണ്ടറിഞ്ഞ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും അവിടെ ഒരുക്കി തന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ സെറ്റായി. പിന്നെ വീട്ടിലേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് കണ്ട് ഇനി മേലാ ടൂറും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഓരോ പണ്ടാരം പരിപാടിയും പറഞ്ഞിട്ട് വീട്ടിൽ കണ്ടു. പക്ഷെ ഞാനൊക്കെ പെട്ടെന്ന് ഒറ്റ തേയിലത്തോട്ടത്തിൽ ഒറ്റ ഒരു കാര്യത്തിൽ തന്നെ ഞാനൊക്കെ സെറ്റ് കേട്ടോ. നമ്മളൊക്കെ പവർഫുൾ അല്ലേ. നമ്മളിത് കുറെ വാളംപുളിയും മറ്റേ ഇതൊക്കെ കഴിച്ച് കുറെ പ്രാക്ടീസ് ചെയ്യുന്ന മുമ്പേ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാത്തവർക്കൊക്കെ ട്രിപ്പ് ഇട്ട് കുറെ പേര്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചടപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒക്കെ. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. അപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ മെയിനായിട്ടും പുറത്തുനിന്ന് ബസ് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോ. ഇങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി വരുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോഴേ ആവശ്യത്തിനുള്ള പ്രിക്കോഷൻ എടുത്തോ. അതിന്റെ കണ്ണിങ് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ എത്തരുത്. എക്സിറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്.